ഞാനെന്നും സ്തുതിക്കും അങ്ങനെ വാചിക പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ മാനം നമ്മൾ കുറിക്കണം. വചനം ദൈവം തന്നെയാണെന്നും ആ വാചിക പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് മാർഗദർശനമല്ല, നമ്മളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വചനം മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവാണെന്നും ആ ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന, ഈശോ തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്ന യോഹന്നാൻ 17-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനമാണ് ഇന്നത്തെ ഈ പ്രവചനത്തിൽ എന്നെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ ആ പ്രവചനം കഴിഞ്ഞപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചത്. ആ പ്രവചനത്തിൽ വന്നു, പിതാവ് എനിക്ക് തന്ന വാക്കുകളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. നമ്മൾ പ്രവചനത്തിൽ കേട്ടു, പിതാവ് എനിക്ക് തന്ന വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നു, അത് നിങ്ങൾ പറയണത് കേൾക്കുമ്പോൾ പിതാവിന് വലിയ ആനന്ദം ഉണ്ടാവുന്നു. അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എടാ, ഇത് ഞാൻ കൊടുത്ത വാക്കാണല്ലോ. അപ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് നമ്മളിലൂടെ വരുമ്പോൾ അത് ഇതെൻ്റെ മകൻ കൊടുത്ത വാക്കാണല്ലോ. അത് വിശ്വാസത്തോടു കൂടി പറയുമ്പോൾ താനേ ശക്തി ഒഴുകുകയാണ്. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു നോക്കൂ. പ്രാർത്ഥനയിൽ കൂടി തന്നെ നമുക്കത് അനുഭവമാകണം. നമ്മളിപ്പോൾ ആദ്യം നമ്മൾക്ക് വാചിക പ്രാർത്ഥനയിൽ മനസ്സിലാക്കേണ്ട ABCD ഇതാണ്. വാചിക പ്രാർത്ഥന യേശു തന്നെയായ വചനത്തിലൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് പ്രാർത്ഥന. എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണേ, എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ഈ വാചിക പ്രാർത്ഥനയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയം ദൈവത്തിലേക്ക് അങ്ങ് കൊടുക്കുന്നതിൻ്റെ ചില ബോഡി ലാംഗ്വേജാണ് ഈ സാഷ്ടാംഗം വീഴുക എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച്, നമ്മളെ ഭാരതീയരെ സംബന്ധിച്ച് വളരെ പരിചയമുള്ളൊരു കാര്യമാണ് സാഷ്ടാംഗം വീഴുക. കഴിയുന്നത് നിലത്തിരിക്കുക, നിലത്ത് തന്നെ ഇരിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. കണ്ടോ, ഈശോ നിലത്ത് മണ്ണിൽ രക്തം വിയർത്ത് രക്തത്തുള്ളികൾ വീണ് അവിടെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് വാക്കുകൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വാചിക പ്രാർത്ഥനയ്ക്ക് വളരെ സ്ഥാനമുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പടി. അപ്പോൾ ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. വരുവിൻ, ഞാനിപ്പോൾ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് നീങ്ങാം. നമ്മളത് വളരെയധികം പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ വീണ്ടും നമ്മൾ അതിലേക്ക് വരികയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പിതാവായ ദൈവം തന്നെ പുത്രനെ നൽകിയിരിക്കുന്ന വാക്കുകളാണ്. ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ രഹസ്യവും അതിലടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. 4 സുവിശേഷങ്ങളും അതിൽ സംക്ഷിപ്തമായിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അധരം തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്ന് അധരം തുറന്ന് വാചിക പ്രാർത്ഥന, അധരം തുറന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പറയുമ്പോൾ ഉടനെ നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു അവബോധം ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഓമനക്കുട്ടനാണ്, ഓമന മകളാണ്, ഓമന മകനാണ്. ഞാൻ ദൈവം മകനാണ്. എനിക്ക് വേണ്ടതെല്ലാം പിതാവ് മുൻകൂട്ടി ചെയ്തു വച്ചിട്ടുണ്ട്.
ആ ബോധ്യത്തോടെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എനിക്ക് പിതാവ് തന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് യോജിച്ചതാണ്. പിതാവ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം തൻ്റെ പുത്രനെ തന്നെയാണ്. പുത്രൻ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തെ തന്നെയാണ്. ത്രിത്വൈക ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം, അല്ലെങ്കിൽ അവസ്ഥയാണ് സ്വർഗം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആ സ്ഥലം എന്നത് ആകാശത്തിന് മുകളിൽ ഉള്ള ഒരു സ്ഥലമല്ല. 1794 CCCയിൽ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുള്ള പ്രബോധനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്വർഗസ്ഥനായ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സ്ഥലമല്ല, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സഹവാസമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈശോ പ്രാർത്ഥിക്കുന്നു, നമ്മളെല്ലാവരെയും ഈശോയോടൊപ്പം ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈശോ ആണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ പിതാവ് നമ്മുടെയും പിതാവാണ്. ഈശോ നമ്മുടെ സഹോദരനാണ്, സമസ്ത മനുഷ്യരുടെയും സഹോദരനാണ്. ഈ ലോകമുള്ള സകലരെയും, മാനവ വംശത്തെ മുഴുവനെയും ഈശോ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പിതാവിൻ്റെ സ്നേഹം, നമ്മളിലേക്ക് അങ്ങ് അനുഭവമാകട്ടെ. ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. ഈ ക്രിസ്മസിന് നമ്മൾ വേറെ ഒരുപാട് സമ്മാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവ ഒന്നുമല്ല യഥാർത്ഥ ക്രിസ്മസ് സമ്മാനം. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി നൽകിക്കൊണ്ട്, ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. ഈശോയുടെ പിതാവും എൻ്റെ പിതാവും ഒന്നാണ്. അതുകൊണ്ട് ഈശോയും ഞാനും സഹോദരനാണ്. എല്ലാ മനുഷ്യരും ഈ പിതാവിൻ്റെ മക്കളാണ്. എല്ലാ മനുഷ്യരെയും പിതാവ് സ്നേഹിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങയുടെ നാമം അതാണ്. അങ്ങയുടെ നാമം പരിശുദ്ധൻ എന്നാണ്. അങ്ങ് സകല പരിശുദ്ധിയുടെയും ഉറവിടമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആ പരിശുദ്ധി നൽകണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ഞങ്ങളിത് അങ്ങയോട് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കും. കാരണം അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധീകരണമാണ്. ഞങ്ങൾ വിശുദ്ധരാകുക എന്നുള്ളതാണ് അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങ് പരിപൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിപൂർണരാകണം. ദൈവമേ, അങ്ങയുടെ പരിപൂർണത
ഞങ്ങൾക്ക് നൽകണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം, ദൈവരാജ്യം ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഭവനത്തിൽ വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഇടവകയിൽ വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ രൂപതയിൽ വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ എല്ലാ വൈദികരിലും സന്യസ്തരിലും സഭ മുഴുവനിലും വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വരണമേ. ഞങ്ങളുടെ അധികാരികളിൽ വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ രാജ്യത്ത് വരണമേ. അങ്ങയുടെ രാജ്യം ലോകം മുഴുവനിലും വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, എന്നിലാകണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്നിലാകണമേ. അങ്ങയുടെ ഹിതം എന്നിലാകണേ. അങ്ങയുടെ ഹിതമാണ് പിതാവേ. പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറണമേ. അതിനുവേണ്ടി സഹിക്കേണ്ടി വരും. ചിലപ്പോൾ ഭയാനകമായ സഹനം നേരിടേണ്ടി വരും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഭയാനകമായ സഹനം നേരിടുമ്പോഴും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഭയാനകമായ സഹനമാണ് ചില സമയത്തുണ്ടാകുന്നത്. മാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു മാതാവിൻ്റെ വേദനകളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം മകനെ കൺമുമ്പിൽ കുരിശിൽ തറച്ച് കൊല്ലുന്നത് കണ്ടു നിന്ന അമ്മ, താൻ കുരിശിൽ ആണികളിൽ അടിക്കപ്പെടും, തറയ്ക്കപ്പെടും, തന്നെ അവർ കൊല്ലും എന്ന് അറിയുന്ന ഈശോ, പിതാവേ, ഞാനത് സ്വീകരിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റൂ. എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. വാചിക പ്രാർത്ഥനയുടെ ഏറ്റവും പരമമായ അവസ്ഥ ഇതാണ്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. ഈശോയെ, നമ്മൾ ഓരോരുത്തരും ഉച്ചത്തിലൊന്ന് പറയൂ, ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ പൂർത്തിയാകട്ടെ. അതിനുവേണ്ടി സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള ശക്തി അങ്ങ് തന്നെ എനിക്ക് തന്നേ തീരൂ. അതിനുള്ള ശക്തി അങ്ങ് തന്നെ തന്നേ തീരൂ. അങ്ങ് ഈശോയെ, അങ്ങ് അനുഭവിച്ച ആ സഹനത്തോട് എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ ചേർക്കുന്നു. അന്നത്തെ കുരിശ് ചുമക്കണം എന്ന് ഈശോ പറഞ്ഞത് ഞാൻ സ്വീകരിക്കുന്നു. ആ കുരിശ് ചുമക്കാനുള്ള ശക്തി എനിക്ക് നൽകണേ.
നമ്മൾ ഏത് ജീവിത അവസ്ഥയിലായാലും കുരിശുണ്ടാകും. അത് അന്നന്നത്തെ വാചിക പ്രാർത്ഥനയിൽ ആ കുരിശിനെ നേരത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കണം. ഈ പ്രാർത്ഥനയിൽ ഈശോ പ്രാർത്ഥിച്ചു, അപ്പാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്ത് മാറ്റണേ. വരാനിരിക്കുന്ന കുരിശിനെ കുറിച്ചാണ് പറയുന്നത്. എന്നപോലെ നമ്മുടെ ജീവിതത്തിൽ രാവിലെ തന്നെ അന്നത്തെ കുരിശിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം അതാണ്. മറ്റുള്ളതെല്ലാം നമ്മൾക്ക് വലിയ ആനന്ദകരമായിരിക്കും. കുരിശ് സ്വീകരിക്കണമെങ്കിൽ അതിന് ശക്തി വേണം. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. ഓരോ ദിവസവും വലിയ വലിയ കുരിശുകൾ തന്നുകൊണ്ട് നമ്മളെ വളർത്തുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ആ കുരിശിനെ ഇന്നെന്ത് കുരിശാണ് സ്വീകരിക്കാനിരിക്കുന്നത്, അതാണ് ഈശോ പ്രാർത്ഥിച്ചത് മുഴുവനും. പിതാവേ, ഇന്ന് നീ എനിക്ക് തരാനിരിക്കുന്ന കുരിശിനെ എനിക്കറിയാം. കഴിയുമെങ്കിൽ അത് അകറ്റണേ, എന്നാൽ എൻ്റെ ഹിതമല്ല. അപ്പോൾ ഇതാ മാലാഖയെ അയച്ചുകൊണ്ട് ശക്തി കൊടുക്കുന്നു. സഹായിക്കാൻ മാലാഖമാരെ അയക്കുന്നു. എന്നപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹായിക്കാൻ പറ്റിയ വചനം തരുന്നു. സഹായിക്കാൻ ഈശോ തന്നെ വരുന്നു. പരിശുദ്ധാത്മാവ് വരുന്നു. മാലാഖമാരും വരുന്നു. മറ്റുള്ള ആളുകളെയും നമ്മൾക്ക് തരും. പിതാവേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും അവരവരുടെ ഹിതം നടപ്പാക്കണമെന്നുള്ള വാശിയിലാണ്. ദൈവമേ, അവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ ബോധ്യം കൊടുക്കണേ. സഭയിലും രൂപതകളിലും സഭയിലെല്ലാം എല്ലാവരും ദൈവഹിതത്തിനെ സ്വീകരിക്കാൻ എളുപ്പപ്പെടണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾക്ക് പട്ടിണിയൊന്നുമില്ല. ഞങ്ങൾക്ക് എന്നും ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന അനേകായിരങ്ങളുണ്ട്. കർത്താവേ, അവർക്ക് ആഹാരം കൊടുക്കണേ. അതോടൊപ്പം ഞങ്ങൾക്ക് ആത്മീയ ഭോജനം നൽകണേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ആ 3 അപ്പം ഞങ്ങൾക്ക് നൽകണേ. നമ്മളതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പാതിരാത്രി ഒരാൾ ചെന്നിട്ട് മറ്റൊരാളോട് ചോദിക്കുകയാണ്, എനിക്ക് 3 അപ്പം തരണം. എൻ്റെ മറ്റൊരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സ്നേഹമാണ്. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ശത്രുക്കളെ പോയിട്ട് മിത്രങ്ങളെപ്പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം തരണമേ. എനിക്ക് പ്രത്യാശയില്ല. ചില സമയത്ത് ഞാൻ നിരാശപ്പെട്ടു പോകുന്നു. എനിക്ക് പ്രത്യാശ തരണമേ. എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. കർത്താവ് പറഞ്ഞ കാര്യമെല്ലാം നടക്കുമോ? ദൈവമേ, എനിക്ക് വിശ്വാസം നൽകണേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അന്നന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഈശോയെ, അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഞങ്ങളെ അതിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാനാണ്. എന്നാൽ ഇനിയും പല പാപങ്ങളും ഞങ്ങൾ അതിൻ്റെ അടിമയിലാണ്. ഞങ്ങളെ പൂർണ്ണമായി അതിൽ നിന്ന് മോചിപ്പിക്കണേ. വിശുദ്ധിയാണ് അങ്ങ് അഭിലഷിക്കുന്നത്. പിതാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരിലും പിതാവേ, എൻ്റെ പ്രലോഭനം എന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഈശോയെ, എന്നെ അടിമപ്പെടുത്തുന്ന ആ പ്രലോഭനത്തിൽ വീഴാതെ
എനിക്ക് ശക്തി നൽകണേ. ഇന്ന് ആ പ്രലോഭനത്തിൽ ഞാൻ വീഴാതെ എന്നെ സഹായിക്കണേ. ഇന്ന് അങ്ങനെ ഓരോ ദിവസവും ഇന്ന് എനിക്കുണ്ടാകാവുന്ന പ്രലോഭനത്തിൽ നിന്നും അങ്ങയുടെ ശക്തിയിലൂടെ എന്നെ കാത്തുകൊള്ളണേ. സകല തിന്മകളിൽ നിന്നും പിശാചിനെയും അവൻ്റെ പ്രവൃത്തിയെയും അങ്ങ് പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പിശാച് ഒരു സൃഷ്ടിയാണ്. ദൈവമറിയാതെ ഒന്നും അവൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നു. സകല തിന്മകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. ഉച്ചത്തിൽ പ്രഘോഷിക്കാം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. ആമേൻ, 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 ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. അതിനാൽ സ്നേഹമുള്ളവരെയും, ഇന്നത്തെ ഉദ്ധരണിയിൽ നമ്മൾ കേട്ടു, വിശുദ്ധ പീറ്റർ കെനോസിസ്, ഈശോ സഭക്കാരനായ ആ മഹാവൈദികൻ, ആ വിശുദ്ധൻ ക്രിസ്റ്റോസെൻട്രിസിറ്റിയുടെ ആധ്യാത്മിക ശക്തി. നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതത്വമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ഇന്നലത്തെ പ്രവചനത്തിലും കിട്ടി, ഇന്നത്തെ പ്രവചനത്തിലും ഇതാണ്. ക്രിസ്തുവാണ് രക്ഷകൻ, മിശിഹ, മഹാപുരോഹിതൻ, സർവാധിപൻ, ദൈവം, നല്ല ഇടയൻ, നമ്മുടെ കർത്താവ്. എന്നാൽ ഈ കർത്താവ് വരും, തരും എന്നല്ല ചിന്തിക്കേണ്ടത്. ഈ കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ സർവപ്രധാനമായ കാര്യം, നാം പ്രാർത്ഥനയിൽ ആരോട് ഭാഷിക്കുന്നുവോ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം. നാം പ്രാർത്ഥനയിൽ ആരോട് ഭാഷിക്കുന്നുവോ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം. അത് CCC എത്ര നമ്പറാണ് നമ്മളത്? 2700. താൻ വചനം വഴി ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന മാനസികമോ വാചികമോ ആയ വാക്കുകളിൽ ഉയരുന്നു. എന്നാൽ സർവപ്രധാനമായ കാര്യം, നാം പ്രാർത്ഥനയിൽ ആരോട് ഭാഷിക്കുന്നുവോ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം എന്നതാണ്. നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെ അല്ല, നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ആശ്രയിച്ചിരിക്കുക. താങ്ക് യു. 2700 തന്നെ. താങ്ക് യു. നമ്മൾ വാചിക പ്രാർത്ഥനയിൽ പഠിച്ചതാണത്. ഇന്നത്തെ പ്രവചനത്തിൽ നമുക്ക് കിട്ടിയത് വലിയ ഒരു കാര്യമാണ്. ഈ കുറച്ച് ദിവസം, 2-3 ദിവസം മുമ്പ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഈശോ ഇങ്ങനെ പറഞ്ഞു, നീ ഇത് വിശ്വസിച്ചു, ഞാൻ യുഗാന്ത്യം വരെ നിന്റെ കൂടെ ഇല്ലേ, ഇത് നീ വിശ്വസിച്ചു. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം എന്താ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട്
അപ്പോൾ നമ്മൾ പലതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൂടെ യുഗാന്ത്യം വരെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് സമ്മതിച്ചു. യെസ്. അങ്ങനെ അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ കർത്താവ് പറയാണ്, അത് വാഗ്ദാനമല്ല. അത് ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. എങ്കിലും നമ്മൾ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ കർത്താവ് തരാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചല്ല, കർത്താവ് ഇപ്പോൾ നമ്മളിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ വാഗ്ദാനം പൂർത്തിയായി. ഈശോ ഇത് പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തിയാക്കിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ പോകുവിൻ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന അർത്ഥത്തിലല്ല. ഞാൻ ഉണ്ട്, ആ അവസ്ഥയിലായിരിക്കും നിങ്ങൾ. നമ്മളിപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഈശോയുടെ 7 ഐ ആം സേയിങ്സ് ആണ്. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം ഈശോ പറഞ്ഞ ഒരു പരമ്പരയാണ് യേശു കൃത്യമായിട്ട് ഞാൻ ആകുന്നു എന്ന പ്രാർത്ഥന. ഞാനാകുന്നു 7 പ്രാവശ്യം ഈശോ പറഞ്ഞു. വേറെ പല സ്ഥലത്തും ഈശോ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എന്താകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങൾ. ഇവിടെയും ഈശോ ഞാൻ ആകുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മറ്റു സ്ഥലത്തും ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാനാകുന്നു. ഈശോ കടലിൻ്റെ മീതെ നടന്നു വരുമ്പോൾ അവർ വിഭ്രാന്തരായ അവർ ചോദിച്ചത് ഭൂതമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മൾ വാചിക പ്രാർത്ഥനയിൽ ഈശോയുമായിട്ടുള്ള സംഭാഷണം തന്നെ ആയിരിക്കണം. നമ്മൾ ഇന്നലെ കേട്ടു, പിതാവ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ, പിതാവിൻ്റെ വചനം ഈശോ നമ്മോട് സംസാരിക്കുന്നു. ആ വചനം തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ആരംഭിക്കാം. ഇനി നമ്മൾ ഹൃദയത്തിൽ ഓർക്കുക. ആദ്യം ഓർക്കേണ്ടത് ഈ വചനമാണ്. എന്നിട്ട് ഇതേറ്റ് പറയാം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, യുഗാന്ത്യം വരെ അങ്ങ് എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുഗാന്ത്യം വരെ അങ്ങ് എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നെല്ലാവരും പ്രാർത്ഥിച്ചേ. വാചിക പ്രാർത്ഥന ശബ്ദമുയർത്തി, യുഗാന്ത്യം വരെ അങ്ങ് എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നീ അതിനെ വ്യക്തിപരമാക്കുക. ഓ ഈശോയെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും നേടി വിജയശ്രീലാളിതനായ അവിടുന്ന് എന്നിൽ സിംഹാസനം ചെയ്യുന്നു, എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈശോ പറഞ്ഞ വാക്കുകൾ ഇനി ഓർക്കാം. ഞാനാകുന്നു ജീവന്റെ അപ്പം. യോഹന്നാൻ 6:51. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്.
ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇവിടെ നിർത്തണ്ട, തുടർന്നുകൂടി കുറച്ചുകൂടി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടുത്ത വചനങ്ങളിൽ പറയുന്നത്, ആര് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവനിൽ ഞാൻ വസിക്കും. പ്രൈസ് ദി ലോർഡ്. അവനിൽ ഞാൻ വസിക്കും, അവൻ എന്നിൽ വസിക്കും, അവൻ എന്നിൽ വസിക്കും. ഈ അവസ്ഥ, ഈ അവസാനം പറഞ്ഞ പോലെ തന്നെയുള്ള അവസ്ഥയാണ്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് കൂടെ എങ്ങനെയുണ്ട്? എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് തന്നിട്ട് അത് നിങ്ങളെ ഭക്ഷണമായി സ്വീകരിച്ചപ്പോൾ, എൻ്റെ ശരീരവും രക്തവും നിങ്ങൾ സ്വീകരിച്ചപ്പോൾ ഞാൻ നിങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളിലുണ്ട്. എന്തോ ഒരു വലിയ കാര്യമാണ്. നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതെല്ലാം കർത്താവ് നമുക്ക് നടത്തി തരും. ആദ്യം നമ്മൾക്ക് വേണ്ടത് കർത്താവുമായുള്ള പൂർണ്ണ ലയനമാണ്. കർത്താവ് എങ്ങോ ഇരിക്കുന്ന ഒരാളല്ല, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. ആ വ്യക്തിയുമായിട്ട് വ്യക്തിപരമായൊരു സംഭാഷണമാണ് വാചിക പ്രാർത്ഥന. വീണ്ടും 8-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അത് കർത്താവേ, ഞാൻ അങ്ങയെ അനുഗമിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ അനുഗമിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങ് എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിലുള്ള എല്ലാ അന്ധകാരവും അങ്ങയുടെ പ്രകാശത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും അന്ധകാരം പോലും പ്രകാശമാക്കി മാറ്റുകയും ചെയ്യും. അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവേ, അങ്ങ് എന്നിലുണ്ടല്ലോ. എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. തുടർന്ന് ഈശോ പറഞ്ഞു, യോഹന്നാൻ 10:7, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാകുന്നു ആടുകളുടെ വാതിൽ. ഞാനാകുന്നു ആടുകളുടെ വാതിൽ. നമ്മൾ ഓരോരുത്തരുമാണ് ഈ ആടുകൾ. നമ്മളാകുന്ന ആടുകൾ യേശുവാകുന്ന ആ വാതിലിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനാകുന്നു ആടുകളുടെ വാതിൽ. ആ ഈശോ യുഗാന്ത്യം വരെ നമ്മളോട് കൂടെയുണ്ട്. ആ ഈശോ ഇപ്പോൾ തന്നെ നമ്മളോട് കൂടെയുണ്ട്. ഒരിക്കലും നമ്മളെ വിട്ടുപോകുകയില്ല. ആ ഈശോ യുഗാന്ത്യം വരെ നമ്മളുമായിട്ട് ലയിച്ചിരിക്കുന്നു. നമ്മുടെ ജീവൻ യേശുവിനോട് ചേർന്ന് യുഗാന്ത്യം വരെ ഈ വിസ്മരണീയമായ ജീവിതമാണ്. തുടർന്ന് ഈശോ പറഞ്ഞു, ഞാനാകുന്നു നല്ല ഇടയൻ. ഞാനാകുന്നു നല്ല ഇടയൻ. ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞു.
നമ്മളെ സംബന്ധിച്ച് ഈ സംഭവമെല്ലാം നടന്നു കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നല്ല ഇടയനായ യേശു ഇതോ നമ്മോടൊത്ത് വസിക്കുന്നു. ഈശോയേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയാണത്, വരാൻ പോകുന്ന കാര്യമല്ല. ഇത് നമ്മളിൽ ഇപ്പോഴുള്ള അവസ്ഥയാണ്. ദൈവമേ, ഇത് വിശ്വസിക്കാൻ എനിക്ക് കൃപ നൽകണേ. ആ ഈശോ നല്ല ഇടയനാണ്. നമ്മളാകുന്ന ഓരോ ആടുകൾക്ക് വേണ്ടിയും ജീവൻ അർപ്പിച്ച് കഴിഞ്ഞവരാണ്. നന്ദി കർത്താവേ. ഈശോയെ, അങ്ങയുടെ വാക്കുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. Praise you, Jesus. Thank you, Lord. Hallelujah. Hallelujah. തുടർന്ന് 5-ാമത്തെ I am sayings, യോഹന്നാൻ 11:25 ലാസറിന്റെ ഭവനത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈശോയേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങ് എന്നിൽ വസിക്കുന്നു. യുഗാന്ത്യം വരെ അങ്ങ് എന്നിൽ വസിക്കുന്നു. ഇപ്പോൾ അങ്ങ് എന്നിൽ വസിക്കുന്നു. സർവാധിപനായ അങ്ങ് എന്നിൽ വസിക്കുന്നു. മരണത്തെ ജയിച്ച അങ്ങ് എന്നിൽ വസിക്കുന്നു. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ആ അവസ്ഥ എന്നിൽ വസിക്കുന്നു. ഈശോ വിസ്മരണീയമായ ഉയർത്തെഴുന്നേറ്റ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ നമ്മളിൽ വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അതിനാൽ മരിച്ചാലും ഞാൻ ജീവിക്കും. ലാസറിനെ ഉയർപ്പിച്ച ഈശോ എന്നിൽ ജീവിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ, എൻ്റെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണമേ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഉയർത്തെഴുന്നേറ്റ ആ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ ഈശോയെ. ഉയർത്തെഴുന്നേറ്റ പുതിയ മനുഷ്യൻ, ഉയർത്തെഴുന്നേറ്റ ആ പുതിയ മനുഷ്യനിൽ നിന്നാണ് ക്രിസ്തീയത ആരംഭിച്ചത്. ആ ഈശോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളോടും കൂടെ നമ്മളിലുണ്ട്. I am with you to the end of the world. I am with you. I am with you. 6-ാമത്തെ I am saying ഇതാണ്, ഞാൻ ആകുന്നു വഴിയും സത്യവും ജീവനും. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങ് എന്നിലുണ്ട്.
യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സംഭവിക്കാൻ പോകുന്നതല്ല, ഇപ്പോൾ എന്നിലുണ്ട്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. പ്രൈസ് യു ജീസസ്, താങ്ക് യു ലോർഡ്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തു എന്നിലുണ്ട്. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ. എന്നിലേക്ക് ആ കൃപ ഒഴുക്കണമേ. എന്നിലേക്ക് ആ വഴി തുറക്കണമേ. എന്നിലേക്ക് ആ നിത്യജീവൻ്റെ ഒഴുക്ക് നൽകണേ. എന്നിലേക്ക് ആ സത്യം പ്രചരിപ്പിക്കണമേ. ആ സത്യം എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. പ്രൈസ് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഏഴാമത്തെ ഐ ആം സേയിങ് ഇതാണ്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ്. ഞാനാകുന്നു മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകളാകുന്നു. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ബലം പുറപ്പെടുവിക്കുന്നു. ഞാനാകുന്നു മുന്തിരിച്ചെടി. ഈശോ നമ്മളെ കൂടാതെ ഈശോ ഒന്നും ചെയ്യുന്നില്ല. ഇത് സഭയുടെയും കൂടി പ്രതീകമാണ്. ക്രിസ്തു തന്നെയാണ് സഭ. ആ സഭയുടെ ശിരസ്സാകുന്ന ക്രിസ്തുവും ശരീരമാകുന്ന നമ്മളും രണ്ടും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമായ ക്രിസ്തു ആകുന്നത്. ഞാനാകുന്നു മുന്തിരിച്ചെടി. ഈശോയാകുന്ന ആ മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നമ്മളെല്ലാവരും. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ബലം പുറപ്പെടുവിക്കുന്നു. അവൻ ഏറെ ബലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലയോ? അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയുമായി പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നില്ല. ഈശോയിൽ നിന്ന് ഒഴുകുന്ന ശക്തി നമ്മളാകുന്ന ശാഖയിലേക്ക് നിറഞ്ഞു തുളുമ്പുന്നില്ല. അതനുസരിച്ച് പ്രാർത്ഥന ഉയരുന്നില്ല. നമ്മൾ ചില ചട്ടങ്ങൾ അനുസരിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഈശോ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉരുവാകുന്നില്ല. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, യുഗാന്ത്യം വരെ അങ്ങ് എന്നോട് കൂടെ ഉണ്ട്. അങ്ങ് എന്നോട് കൂടെ ഇപ്പോഴുണ്ട്. അങ്ങ് മരിച്ചുയർത്തവനാണ്. സകലത്തെയും വിശദീകരിക്കുന്നവനാണ്. അങ്ങ് സാക്ഷാൽ മുന്തിരിച്ചെടിയും ഞങ്ങളെല്ലാം അങ്ങയുടെ ശാഖകളുമാണ്. മുന്തിരിച്ചെടിയുടെ ശാഖ മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കില്ല എന്ന പോലെ ഞങ്ങൾ അങ്ങിൽ നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കില്ല. Praise you, Jesus. Thank you, Lord. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. പ്രിൻസി, പ്രൈസ് ദ ലോർഡ്. പ്രിൻസി ഇതാ പ്രവചനം എഴുതി വന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്തിരിച്ചെടിയുടെ ശാഖ തീർന്നില്ല. ആ ശാഖ, ആ
തായ്തണ്ടിൽ ഒരു ഫലവും പുറപ്പെടുവിക്കുകയില്ല എന്ന് വിശ്വസിക്കണം. ശാഖയിൽ മാത്രമേ ഫലം ഉണ്ടാകുകയുള്ളൂ. എങ്ങനെയാണ് മുന്തിരിച്ചെടിയിൽ ശാഖ നിലനിൽക്കുന്നത്? അടുത്ത വചനം പറയുന്നുണ്ട്, ആരെന്നിലും എൻ്റെ വചനം അവരിൽ വസിക്കുന്നെങ്കിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. 15:7. വാചിക പ്രാർത്ഥനയിൽ ഈശോയാകുന്ന വചനവും ആ വചനം നമ്മളിൽ നിലനിൽക്കുമെങ്കിൽ, ഇങ്ങനെയാണ് വചനം നമ്മളിൽ നിലനിർത്തുന്നത്. വചനത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിലായിരിക്കുക. യുഗാന്ത്യം വരെ അങ്ങ് എന്നോട് കൂടെ ആയിരിക്കുമെന്ന വചനം, അത് വിശ്വസിക്കൂ, ആ വചനത്തിൽ നിലനിൽക്കൂ. അത് സംഭവിക്കാനിരിക്കുന്ന കാര്യമല്ല, ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. നമ്മളിൽ ഇപ്പോൾ സത്യമായും യഥാർത്ഥമായും ആയിരിക്കുന്ന അവസ്ഥയാണത്. പ്രവചനം ഒന്ന് കേൾക്കാം. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളോട് കൂടെ യുഗാന്ത്യം വരെ നിങ്ങളോട് കൂടെ ഉണ്ട്. സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരങ്ങളും കുറേ ഉണ്ടല്ലോ. അത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളിലുണ്ട്. ആ അധികാരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു വാഗ്ദാനമല്ല. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല. ഇതിപ്പോഴുള്ള സത്യമാണ്. ഇതിപ്പോഴുള്ള അവസ്ഥയാണ്. ഇന്നത്തെ അവസ്ഥയാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നത് ഇതൊരു വാഗ്ദാനത്തെക്കാൾ ഉപരി അവസ്ഥയാണ്. ഈ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നതാണ് പ്രാർത്ഥന. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഞാൻ സർവാധിപനായ ദൈവം, സകല ചരാചരങ്ങൾക്കും ജീവൻ പകരുന്ന ദൈവം, സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവം, രക്ഷാകര പദ്ധതി മുഴുവൻ വിജയകരമായി പൂർത്തീകരിച്ച ദൈവം, മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങളിൽ ദൈവരാജ്യം സംസ്ഥാപിതമാക്കി ഞാൻ തന്നെ നിങ്ങളിൽ വസിക്കുന്നു. ഇത് ഇനി നടക്കാനിരിക്കുന്ന കാര്യമല്ല. ഇനി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ, ഈ വചനങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. വാചിക പ്രാർത്ഥനയിൽ തന്നെ വലിയ രഹസ്യമാണിത്. ഈശോ ആകുന്ന വചനം, അവതീർണ വചനം, മനുഷ്യനായി അവതരിച്ച വചനം, ആ വചനം തന്നെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ഒരിക്കൽ കൂടി നമ്മുടെ അന്തരാത്മാവിൽ ആദ്യം കേട്ട വചനം ആഴമായി പതിയട്ടെ. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. I am with you to the end of the time. Praise the Lord, praise the Lord, praise the Lord, praise the Lord.
ഈശോ തന്നെ പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാചിക പ്രാർത്ഥനയുടെ വളരെ ശക്തമായ ഒന്നാണ് നന്ദി, ബലിയ, കൃതജ്ഞത അർപ്പിക്കുക. നമ്മൾ വിശുദ്ധ കുർബാന തന്നെ യൂക്രിസ്റ്റിയ എന്നാൽ കൃതജ്ഞതാർപ്പണം എന്നാണ്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് ഇന്ന് നമ്മളിൽ നൽകിക്കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിന് കൃതജ്ഞത അർപ്പിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മളുടെ വാചിക പ്രാർത്ഥനയിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ്. 1, കൃതജ്ഞത അർപ്പിക്കുക. 2, ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ സങ്കീർത്തനങ്ങൾ, അതൊരുപാട് സങ്കീർത്തനങ്ങൾ പാടണമെന്നില്ല. നമ്മൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഇയാക്കുല, അതായത് അമ്പെയ്യുന്ന പോലെ സങ്കീർത്തനങ്ങളിലെ 2 വരിയെങ്കിലും വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് നമ്മൾക്ക് കിട്ടിയിരുന്ന വലിയൊരു സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ ശക്തമായ സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. 46-ാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകം തന്നെ ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ആ 2 വരി ഈശോ തന്നെ പാടുന്നതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ, ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ആലപിക്കുന്നതായിട്ട് ബോധ്യത്തോടു കൂടി പാടണം. അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും സങ്കീർത്തനങ്ങൾ, കർത്താവാൻ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ 2 വരി. അതല്ലെങ്കിൽ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22. അതല്ലെങ്കിൽ 1-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത്, 1-ാം സങ്കീർത്തനം, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. അപ്പോൾ ആദ്യ പാദം കൃതജ്ഞത അർപ്പിക്കുക, മറ്റൊന്ന് സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമത് എന്താണ്? ആഴത്തെ വിളിക്കുന്നു. അതായത് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, വെള്ളച്ചാട്ടം പോലെയാണ്. അതും വേറൊരു സങ്കീർത്തനമല്ലേ? അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്ന് അത് കാണാനും അതിൻ്റെ ഇരമ്പലും അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സംതൃപ്തിയായി. അപ്പോൾ പ്രാർത്ഥന വെള്ളച്ചാട്ടം പോലെയാണ്. ദൈവത്തിൽ നിന്ന് അനർഗളമായി നിർഗളിക്കുന്ന ഒരു പ്രവാഹമാണ്. ആളെന്നല്ല ദൈവം ആത്മാവിനെ നൽകുന്നത്.
അളവില്ലാതെ. ഇനി ഇപ്പോൾ നമ്മൾ 3 കാര്യം മനസ്സിലാക്കി. 4-മത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നതും ആഴത്തെ വിളിക്കുന്നു എന്ന് പറയുന്നതും, കർത്താവേ സംസാരിക്കണേ, അതാണ് കണ്ടോ. ഇപ്പം എനിക്ക് ഈ കർത്താവ് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചെവി കടിക്കും ഭയങ്കരമായിട്ട്. ചെവി ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ സംസാരിക്കണേ എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, സംസാരം, ആ വാചക പ്രാർത്ഥനയിൽ ദൈവത്തിനോട് ദൈവമായിട്ട് സംസാരിക്കാം. അതാണ് നമ്മളിവിടെ 50-ാം സങ്കീർത്തനത്തിൽ ഈ 3 ദിവസവും നമ്മൾ പാടിയത് അതാണ്. കർത്താവായ ദൈവം സംസാരിക്കുന്നു, കർത്താവായ ദൈവം സംസാരിക്കുന്നു, കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടെ നിന്ന് വിളിക്കുന്നു. ആരെ വിളിക്കുന്നത്? സകല മനുഷ്യരെയും. അപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ ദൈവമേ, ഇന്ന് ഞാനിത് ചെറുതായിട്ടിത് നയിക്കും, നമ്മൾക്കിത് മുഴുവനും ഒരു പക്ഷേ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന പോകണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം എന്തെല്ലാമാണ്. ഇതെല്ലാം ഇന്നത്തെ പ്രവചനത്തിൽ കിട്ടിയതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് വേറെ ആയിരുന്നു. എന്നാൽ അതും കൂടി ഞാൻ പറയാം. അത് ഈശോ പറഞ്ഞു, വിശ്വാസത്തോടെ നിങ്ങൾ ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. അതാണ്. അപ്പോൾ ഇപ്പോൾ 5 കാര്യങ്ങളായി. വാചിക പ്രാർത്ഥനയുടെ 5 മേഖലകൾ. ഒന്ന്, ഞാൻ ഒരുങ്ങി വന്നത് ഇത് പറയാനാണ്, വിശ്വാസത്തോടെ. അപ്പോൾ ഈശോ തന്നെ പല സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്. മത്തായി 21:22, മത്തായി 21:22, മത്തായി 21:22, മത്തായി 17:21, മത്തായി 21:22 വളരെ പ്രധാനമായൊരു കാര്യമാണ് പറയുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുമ്പ് പറയുന്നത് ഇതാണ്. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് എവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ കണ്ടോ, വാചക പ്രാർത്ഥന. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്ര വലിയ ശക്തമായ പ്രാർത്ഥനകളാണ്. അഥവാ ദൈവം നമുക്ക് തന്നിട്ടുള്ള വരങ്ങളാണ് ഇതെല്ലാം. വിശ്വാസത്തോടെ പറയുക, അത് സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തോടെ പറയുക, അത് സംഭവിക്കും. അപ്പോൾ എന്തെല്ലാമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, കൃതജ്ഞതാ പ്രാർത്ഥന, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് പ്രാർത്ഥന സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങൾ ഈശോയുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവാണ് അതിൽ പ്രവർത്തിക്കുന്നത്. സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങൾ കുറേ അങ്ങനെ വായിക്കുന്നതിനേക്കാളും പ്രധാനമായിട്ട് 1-2 വരികൾ എടുത്ത് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിച്ച് അതൊരു ഇജാക്കുൽ എന്ന് പറഞ്ഞാൽ അമ്പെയ്യുന്നത്, യാക്കുല അമ്പെയ്യുന്ന പോലെ ഉള്ള പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങളിലൂടെ അമ്പെയ്ത് പ്രാർത്ഥിക്കുക. 3 വെള്ളച്ചാട്ടം, പ്രാർത്ഥന ദൈവത്തിൽ നിന്നാണ് വരുന്നത്.
അളവില്ലാതെയാണ് വരുന്നത്. അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ഈശോ റോമാക്കാർക്ക് ഇത് ലേഖത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇനി വിശ്വാസത്തോടെ പറയുക. മത്തായി 17:21 പറയുന്നത്, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല, നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കില്ല. വരുവിൻ, നമുക്കപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഒന്ന്, അപ്പോൾ ഈ മേഖലകളെല്ലാം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം മേഖലകളാണ് നമുക്ക് വാചിക പ്രാർത്ഥനയ്ക്കുള്ളത്. നമ്മൾ കോണ്ടംപ്ലേഷനിലേക്ക് ചെല്ലുമ്പോൾ സാവധാനം നമുക്ക് വാചിക പ്രാർത്ഥന ഒട്ടും ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വിചാരിക്കരുത്. വാചിക പ്രാർത്ഥനയും പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈശോ പറഞ്ഞ വചനങ്ങളിലൂടെ ഈശോയോടൊപ്പം പരിശുദ്ധാത്മാവിനോടൊപ്പം അതുപോലെ കൃതജ്ഞത അർപ്പിക്കുന്നതെല്ലാം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആദ്യം തന്നെ കൃതജ്ഞതാബലിയാണ്. ഇതൊക്കെ എന്തോ ഒരു ടൈമിംഗ് ആണ്. നോക്കി, ഈ 50-ാം സങ്കീർത്തനം നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ ആ പ്രാർത്ഥനയിൽ ഓട്ടോമാറ്റിക് വന്നതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംസാരം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നല്ല ഉദാഹരണമാണ്. നീ ആ എല്ലിനോട് നീളം കൂടാൻ പറയുക. പറഞ്ഞു, എല്ല് നീളം കൂടി. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ നടക്കുന്നു, വെള്ളച്ചാട്ടം പോലെ അതിശക്തമായി ഒഴുകുന്നു. ആദ്യം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആഴത്തെ വിളിക്കുന്നു, കർത്താവേ നന്ദി, ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ അത്ഭുതങ്ങളിൽ വിശ്വാസം വേണം. വരുവിൻ, നമുക്ക് നന്ദി അർപ്പിക്കാം. കൃതജ്ഞതാബലി അർപ്പണം. കർത്താവേ, കൃതജ്ഞതാബലി സങ്കീർത്തനങ്ങളിലൂടെ തന്നെ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം, നന്ദിയുടെ സങ്കീർത്തനം, നന്ദിയുടെ സങ്കീർത്തനം 118-ാം സങ്കീർത്തനം. 118-ാം സങ്കീർത്തനത്തിൻ്റെ വരികൾ എടുക്കാം. അപ്പോൾ സങ്കീർത്തനങ്ങളിലൂടെയും പ്രാർത്ഥിക്കാം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയുക. ഈശോ പറഞ്ഞ പ്രാർത്ഥന അതാണ്. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ ഞാൻ നന്ദി പറയുന്നു, പിതാവേ ഞാൻ നന്ദി പറയുന്നു, പിതാവേ ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. ഉണ്ടോ? സങ്കീർത്തനം 118. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ്. നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസം, നമ്മളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ പ്രതി നന്ദി പറയാം. ദൈവമേ, ഞങ്ങൾക്ക് തന്ന വിശ്വാസത്തെ പ്രതി നന്ദി പറയുന്നു, വിശ്വാസത്തെ പ്രതി നന്ദി പറയുന്നു. കർത്താവേ, വിശ്വാസത്തെ പ്രതി നന്ദി പറയുന്നു. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടോ, ഈ സങ്കീർത്തനങ്ങൾ തന്നെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. 78-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നത്, ഇസ്രായേൽ ജനം നന്ദി പറഞ്ഞില്ല, ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്ന വഴികളെക്കുറിച്ച് അവർ ഓർത്തില്ല. 78:42 അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ നിന്നും അവിടെ നിന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും
സോവാൻ വയലുകൾ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല. നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങൾ. ഇപ്പൊ ഞാൻ ഓർത്തു, ഇപ്പൊ തന്നെ ഞാൻ ഓർത്തത് കർത്താവ് എന്നിലൂടെ നടത്തിയ അത്ഭുതകരമായ സൗഖ്യങ്ങളെ കുറിച്ച് ഓർത്തു. നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ, നമുക്ക് ഓരോരുത്തരും നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് ഓർക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് ഓർക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് ഓർത്ത് നന്ദി പറയും. ദൈവം പ്രവർത്തിച്ച ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് ഓർക്കും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ, ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായി വിളിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ച അത്ഭുതകരമായ കാര്യങ്ങളെ ഓർക്കുന്നു കർത്താവേ. അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും. നന്ദി പറയുന്നു കർത്താവേ, കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്ന വിശ്വാസത്തെക്കുറിച്ച് നന്ദി പറയുന്നു. അങ്ങ് തന്ന വചനത്തിൻ്റെ ഉൾക്കാഴ്ചകളെക്കുറിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് നന്ദി പറയുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. ജീവിത പങ്കാളിയെക്കുറിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന സഭയെക്കുറിച്ച് നന്ദി പറയുന്നു. ഈ സഭയുടെ ഭാഗമായി ജനിക്കാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കിയതിനെക്കുറിച്ച് നന്ദി പറയുന്നു. മറ്റു പലരും ഈ സഭയിലേക്ക്, മറ്റു വിശ്വാസത്തിലുണ്ടായിരുന്നവർ അതിൽ നിന്നും ഈ സഭയിലേക്ക് വന്ന ആ വലിയ വിളിയെക്കുറിച്ച് നന്ദി പറയണം കർത്താവേ. കുറച്ചു നാൾ മുമ്പ് മാമോദീസ സ്വീകരിച്ചവർ നമ്മുടെ കൂടെയുണ്ട്. നന്ദി പറയാം കർത്താവേ. ജ്ഞാനസ്നാനത്തിലൂടെ, കുദാശകളിലൂടെ ഞങ്ങളിലേക്ക് അങ്ങ് തന്നെ കടന്നു വന്നതിനെക്കുറിച്ച് നന്ദി പറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നന്ദി പറയാം നമുക്ക്. കൃതജ്ഞതാ പ്രാർത്ഥന. ഹല്ലേലൂയ. പിന്നെ അത് ഭാഷാവരത്തിലാകാം. ഭാഷാവരത്തിൽ നന്ദി പറയാം. താവേ നന്ദി, നന്ദി, നന്ദി. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് വലിയ അനുഗ്രഹമാക്കി മാറ്റിയതിനെ കുറിച്ച് നന്ദി പറയും. നന്ദി പറയുന്നു കർത്താവേ, നന്ദി. Praise the Lord, praise the Lord, praise the Lord. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയണം. എല്ലാ ദിവസവും നന്ദി പറയണം. ഓർക്കണം, ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കണം. നന്ദി ഈശോയേ, നന്ദി ഈശോയേ. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ തോന്നുന്നത് എനിക്ക് അങ്ങ് തന്ന വിശ്വാസത്തെ പ്രതി നന്ദി പറയുന്നു കർത്താവേ. വിശ്വാസമാണ് അങ്ങയുടെ ഏറ്റവും വലിയ ദാനം. വിശ്വാസത്തെക്കുറിച്ച് നന്ദി പറയും. എൻ്റെ വിളിയെക്കുറിച്ച് നന്ദി പറയും. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വിളിയെക്കുറിച്ച് നന്ദി പറയാം. ആ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കനുസരിച്ചുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ നന്ദി പറയുമ്പോൾ അത് താനേ വികസിക്കും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്, അവരെപ്പോഴും പിറുപിറുത്തുകൊണ്ടേയിരുന്നു. വലിയ കാര്യങ്ങൾ അവർക്ക് കർത്താവ് ചെയ്തിട്ടും അതിനെ ഓർത്തില്ല. അതിനെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. എന്നാൽ ഈശോ, ദൈവപുത്രനായ ഈശോ തന്നെ പിതാവിന് നന്ദി പറയുകയാണ്. പിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഓക്കെ, അതാണ് നന്ദിയുടെ പ്രാർത്ഥന. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കീർത്തനത്തിൻ്റെ ഏതെങ്കിലും സങ്കീർത്തനത്തിൻ്റെ 1-2 വചനം ഹൃദയത്തിലേക്ക് എടുക്കുക. ഇപ്പം ഞാൻ പറയണതാവണമെന്നില്ല. നിങ്ങൾക്ക് ഈ പ്രാക്ടീസിൻ്റെ സമയത്ത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളൊരു സങ്കീർത്തനം ഉണ്ടാകാം. ആ സങ്കീർത്തനം ഒരു വരിയായിരിക്കാം. ആ ഒരു വരി എടുത്ത് പാടുക, ശബ്ദമുയർത്തി പാടുക. ഈശോ തന്നെ പാടുകയാണെന്ന് ഓർത്തുകൊണ്ട് പാടുക. എൻ്റെ ഭാരം നിന്റെ ഭാരം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ഇതാണ് ഇപ്പം എൻ്റെ അകത്ത് വരുന്നത്.
നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഒറ്റ വരിയുള്ളൂ, എന്നാൽ ഇത് എത്ര നേരം പാടിയാലും ഇതിൻ്റെ അർത്ഥത്തെ മുഴുവനും ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഭാരമുള്ളത്, അത് നമ്മൾ ചുമക്കാൻ വേണ്ടിയല്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. നിന്റെ സ്വന്തം കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശിലൂടെ യേശുവിനോട് ചേരുക, യേശുവിനെ സമർപ്പിക്കുക, യേശുവിൻ്റെ വരിയിൽ സമർപ്പിക്കുക, യേശുവിൻ്റെ സഹനത്തോട് ചേർക്കുക. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിങ്ങൾക്ക് ഭാരമുണ്ടോ? എല്ലാവർക്കും എന്തെങ്കിലും ഭാരമുണ്ട്. വ്യത്യസ്തമായ ഭാരമാണ്, വ്യത്യസ്തമായ അവസ്ഥയാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമാണ് എപ്പോഴും ഭാരമെന്ന് പറയുന്നത്. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവേ, നീ പറഞ്ഞു ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. അപ്പോൾ രണ്ടും അവിടെ വരികയാണ്. നമ്മളെല്ലാ ദിവസവും കുരിശ് ചുമക്കണമെന്ന് പറയും. ഇന്നത്തെ എൻ്റെ കുരിശിതാണ്, എൻ്റെ ജീവിതത്തിലുള്ള ഈ ഭാരം ഞാൻ എടുക്കുന്നു, എന്നാൽ അത് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാനതിനെ തിരസ്കരിക്കുന്നില്ല, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ. കണ്ടോ, വാചക പ്രാർത്ഥനയാണത്. ഇത് ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും നമുക്ക് വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ നമുക്ക് തരും. ആ സമയത്ത് അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രാർത്ഥിക്കാൻ തോന്നുന്നവരിത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സങ്കീർത്തനമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് പ്രാർത്ഥിക്കാം. എന്നാൽ സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുക. വേറെ എണ്ണം വരുന്നത് സങ്കീർത്തനം 27. സങ്കീർത്തനം 27. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. ഉണ്ടോ? കർത്താവിൻ്റെ പ്രകാശവും രക്ഷയും. ഇതങ്ങ് പാടുക, ചുമ്മാ പാടുകയല്ല, ഹൃദയത്തിൽ നിന്ന് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. എതിരാളികളും ശത്രുക്കളും, നമുക്ക് ചുറ്റും ഒരുപാട് എതിരാളികൾ ഉണ്ടാകാം. നമ്മൾ അതിനൊക്കെ ദൈവം തന്നിരിക്കുന്നത് അതിനെല്ലാം വെല്ലുന്ന ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. വീണ്ടും വേറൊരെണ്ണം, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടത്തെ ഹിതമാരായാനും തന്നെ. ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇത് പാടാൻ തോന്നുന്നവർക്ക് അത് പാടാം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. ഈശോ പറഞ്ഞു, എന്താണ്? ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടത്തെ ഹിതമാരായാനും തന്നെ. ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇങ്ങനെ നമ്മളെ വെരി ഗുഡ് ടീന തോമസ്, ഐ ലൈക്ക് ദാറ്റ്. എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്, ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. പ്രൈസ് ദ ലോർഡ്. 57 കണ്ടോ? അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരും. വെരി ഗുഡ് ടീന തോമസ്, ടെക്സസ്.
എൻ്റെ ഹൃദയം അചഞ്ചൽ. അപ്പോൾ ആ ഒരു ലൈൻ മതി. ആ ഒരു ലൈൻ നമ്മൾ പാടുമ്പോൾ ഈശോ തന്നെ പാടിയതാണെന്നും ഈശോ തന്നെയാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്നും ഈശോയോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നതെന്നും വെള്ളച്ചാട്ടമാണത്, ആഴമാഴത്തെ വിളിക്കുന്നു, ഇതെല്ലാം അതിൽ വരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ വാചക പ്രാർത്ഥനയുടെ ഇപ്പം നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു, സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കുന്നു, ഇനി പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പറയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കണത് എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ, നമ്മളറിയാവുന്ന മെത്തേഡുകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിന് നമ്മളുടെ ശക്തിയേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. അതാണ് വേണ്ട വിധം പ്രാർത്ഥിക്കണം എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അധികം ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ്, ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ, ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. വെരി ഗുഡ്. സംഗീതം 25:2. ഷൈജു ജോസ്, വെൽ ഡൺ. അശ്വതി ആൻ്റണി, സാം 18:1. അത് ഭയങ്കരമാണ്. 18:1, വെരി ഗുഡ്. 18:1 വളരെ ശക്തമായ സങ്കീർത്തനമാണ്. 18:1 വെരി ഗുഡ്. 18:1 കർത്താവേ ഞാൻ ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അതുപോലെ ഓരോ സങ്കീർത്തനങ്ങളും എടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു കണ്ടോ. ഇതാണ് എന്നെ സംബന്ധിച്ച് മറ്റൊരു വലിയ ശക്തി. എൻ്റെ പ്രാർത്ഥനയേക്കാൾ എന്തോ ഒരു വലുതാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പലതരത്തിലുള്ള ബോധ്യങ്ങളെക്കാൾ എല്ലാം വലുതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന. വരുവിൻ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ, ആ കാര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. എന്നിട്ട് പരിശുദ്ധാത്മാവേ എനിക്ക് പറ്റണില്ല, അങ്ങ് പ്രാർത്ഥിക്കണേ, വരുവിൻ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യം നടക്കുന്നില്ല, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. ആള് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആൾ വരുന്നില്ല, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. അങ്ങ് ഇൻസ്പിറേഷൻ കൊടുത്താലേ ആൾ വരുവുള്ളൂ, അങ്ങ് അവരെ പ്രവർത്തിച്ചാലേ ആൾ വരികയുള്ളൂ. പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണമേ. നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് കടബാധ്യതയുണ്ട്, അത് മാറുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവെ അങ്ങൊരു വഴി കാണിച്ചു തരണമേ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്, മാറുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും. പരിശുദ്ധാത്മാവെ അങ്ങ് അവരിലുണ്ടല്ലോ. നമ്മുടെ യുവാക്കൾക്ക് വിശ്വാസം വരുന്നില്ല, അവർ നമ്മൾ പള്ളിയിൽ പോണതിന് വരെ അവരെതിര് പറയുകയാണ്. അവർ വിശ്വാസികളാണ്, മാമോദീസ സ്വീകരിച്ചെങ്കിലും അവർ ദൈവത്തെ തിരസ്കരിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങാണ് ഇവർ ജ്ഞാനസ്നാനം കൊടുത്ത് അങ്ങ് അവരിൽ വസിക്കുന്നു. ശലബല ഇതാ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് എല്ലാവരും. ഇപ്പം സങ്കീർത്തനത്തിൻ്റെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് എടുക്കൂ. നിങ്ങളൊന്നും വിചാരിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും സംഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് എടുക്കൂ. ഇപ്പം തന്നെ എടുക്കൂ. എന്നിട്ട് കർത്താവേ, പരിശുദ്ധാത്മാവേ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഇതാണ്, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെ പ്രതി പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് സഹായിക്കണേ. അങ്ങ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള സഹായമാണ്. പരിശുദ്ധാത്മാവേ അങ്ങ് സഹായിക്കണേ. വെള്ളച്ചാട്ടം പോലെ അങ്ങയുടെ സഹായം ഈ മേഖലയിലേക്ക് ഒഴുക്കണേ. പരിശുദ്ധാത്മാവെ ഇനി ഭാഷാവർത്തി പ്രാർത്ഥിക്കാം. ശലഹല ബല 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 പരിശുദ്ധാത്മാവേ ഭാഷാവർത്തി പ്രാർത്ഥിച്ചുണ്ട്. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ, അങ്ങ് പ്രാർത്ഥിക്കണേ. ശലഹല ബല ഹല ബല ബല
ശലബലഹല. പ്രാർത്ഥനാ ഭവനത്തിൽ ആൾ വരുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മാറുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണേ. ഞങ്ങളിൽ പ്രാർത്ഥനാ ലഹരി ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണേ. ഈ വാചിക പ്രാർത്ഥനയുടെ വലിയ കാര്യങ്ങൾ, ഈ വാചിക പ്രാർത്ഥനയുടെ വലിയ കാര്യങ്ങൾ വാചിക പ്രാർത്ഥനയിലൂടെ വലിയ കാര്യങ്ങൾ നടക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. സെൻഡ് us prayer warriors, soldiers for Christ. Yes, we need prayer soldiers, prayer warriors. Send us prayer warriors. Prayer warriors. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് യു പ്രേ, ഹോളി സ്പിരിറ്റ് യു പ്രേ. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. പൂർണ്ണമായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അങ്ങ് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങേക്കറിയാം, അങ്ങ് ആളുകളെ വിളിച്ചിട്ടുണ്ട്, അങ്ങാണ് നയിക്കുന്നത്, അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്, അങ്ങാണ് ഞങ്ങൾക്ക് വിളി തന്നത്. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. പ്രൈസ് ദ ലോർഡ്. ഇനി എന്താണ് നമ്മൾ അടുത്തത്? ശബ്ദം ശ്രവിക്കണ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. വിശ്വാസത്തോടു കൂടി, ഇപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി എന്ത് ചോദിച്ചാലും മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. അതാണ്, അത് വിശ്വാസത്തിൻ്റെ ഒരു അത്യുഗ്ര പ്രകടനമാണത്. വിശ്വാസത്തിൻ്റെ പ്രകടമായ ഒരു പ്രവർത്തനമാണ്. വിശ്വാസത്തിൻ്റെ പ്രകടമായ ഒരു പ്രവർത്തനം. കർത്താവേ, അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ചോദിക്കൂ. പരിശുദ്ധാത്മാവേ, ഈശോയെ, ഞാൻ എന്ത് പറയണം? അത് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് പറഞ്ഞാൽ അത് സംഭവിക്കും. അതാണ് ഈശോ പറഞ്ഞത്, നീ പറഞ്ഞാൽ മതി, അത് സംഭവിക്കും. മല മാറട്ടെ, ആ പ്രശ്നങ്ങളുടെ മല മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ആ പ്രശ്നങ്ങളുടെ മല മാറട്ടെ. ഈശോയെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഈ ക്ലാസ്സിലുള്ളവരും ഇവരുടെ എല്ലാ ഹൃദയത്തിലെ നിയോഗങ്ങളെ ഞാൻ എടുക്കുന്നു. ഇവരോരോരുത്തരുടെയും ഹൃദയത്തിലെ നിയോഗങ്ങളെ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അത് മാറട്ടെ. അത് മാറട്ടെ. ആമേൻ, ആമേൻ. പറഞ്ഞാൽ മതി, അത് മാറും. സൂര്യ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ മതി, അത് നിന്നു. അതുപോലെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞല്ലോ, എല്ലാ നമ്പറുകളും എടുത്തില്ലേ നമ്മൾ? ഇനി അടുത്തത്, പ്രാർത്ഥന ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ള ബോധ്യം. അങ്ങയുടെ വെള്ളച്ചാട്ടം പോലെയാണ്, അളന്നല്ല ദൈവമാത്മാവിന് നൽകുന്നത്, അളവില്ലാതെ ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അളന്നല്ല ദൈവമാത്മാവിന് നൽകുന്നത്, അളവില്ലാതെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും.